ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഇന്നത്തെ വീഡിയോ പുട്ടിൻ്റെ കറിക്കുള്ള വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം പച്ചക്കറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പച്ചക്കറി ഇട്ടിട്ടും അതിൽ ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ്, പീസ, ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാൻ പറ്റും. ഇല്ല, ഇതിന് പകരം നമുക്ക് വെറും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഈ മസാലക്കറിയിൽ കടല ഇട്ടിട്ട് ചെയ്യാൻ പറ്റും, ചെറുപയർ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും, മുട്ട വേവിച്ചിട്ട് ഇടാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു ഓൾ ഇൻ വൺ കറിയാണ് ഇത്. ഓക്കെ, അപ്പം ഉണ്ടാക്കി നോക്കൂ. എന്താണ്, പച്ചക്കറി ഇല്ലാതെയും ആണ് എനിക്കിഷ്ടം പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പുട്ടിൻ്റെ കറിയാണ്, മസാലക്കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അടുപ്പ് കത്തിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് മതി. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് അളവ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇത് ക്വാണ്ടിറ്റി കൂട്ടാം. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ, ചീനച്ചട്ടിയും ഒന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം ഞാൻ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഞാനിവിടെ എല്ലാം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, ഞാനിവിടെ ചെറിയൊരു കഷ്ണം പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു നുള്ള് സാധാരണ ജീരകവും എടുത്തിട്ടുണ്ട്. അതുമാതിരി ഒരു 1/4 ടീസ്പൂൺ, അതായത് ഒരു 4-5 മണി കുരുമുളക്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി ഞാനിവിടെ 4ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 4 വറ്റൽമുളക്. എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഗരം മസാലയുടെ കൂട്ട് മുഴുവൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതാ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി ചെറിയ ഉള്ളി, വറ്റൽമുളക്, എത്രയൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. കരിയാൻ നിൽക്കണ്ട. ഇതൊന്നും 2-3 മിനിറ്റ് ഇതൊന്ന് ഇറക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വതങ്ങി വരണം. ഓക്കെ, മല്ലിക്ക് പകരം നിങ്ങൾക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓഫ് ചെയ്ത ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേമാതിരി വറ്റൽമുളകിന് പകരം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഓഫ് ചെയ്ത ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങ ഏകദേശം ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം തേങ്ങ ചെറുകിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. കളറൊന്നും മാറില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി വന്നു കണ്ടോ തേങ്ങ. അപ്പോൾ ഞാൻ ഈ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട്
അപ്പോൾ ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബാക്കിയുള്ള ചൂടിലും വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറിയ 1-2 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇഞ്ചി ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. എനിക്ക് അല്ലാതെ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഞാൻ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് നല്ല മഷി മാതിരി അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല മണം അറിയോ. ഇതിൽ നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മസാലക്കറിയായി, മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ടക്കറിയായി. തേങ്ങ ഒന്ന് ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം, ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി പെർഫെക്റ്റായിട്ട് നന്നായി തിളച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ഫുൾ ഫ്ലെയിമിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറി നമുക്ക് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് കുറച്ച് ഉപ്പ്. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ലാസ്റ്റ് ഒന്ന് കടുക് വറുത്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കറി തിളക്കട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേഗം കടുക് വറുക്കാനുള്ള സെറ്റപ്പും കൂടെ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ ഞാൻ വേറൊരു അടുപ്പിലേക്ക് ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും, ഒരു 1/4 ടീസ്പൂൺ കടുകും, ചെറിയ ഉള്ളി ഞാനൊരു 4-5 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് എടുക്കണം. ഓക്കെ, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടിക്കഴിയട്ടെ. നമ്മുടെ കറി ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഞാനതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, വട്ടത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തിക്കാക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചേരി മാതിരിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുക് വറുത്തതും ഉള്ളി ചെറുതായിട്ട് വറുത്തതും ആയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറായി വന്നു. അപ്പം അത് ഞാൻ ഇവിടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ല. അപ്പോൾ തീ ഓഫ് ചെയ്യണം. എനിക്കിത്ര മതി. അപ്പം ദാ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.